സെക്സിൻ്റെ ഭാഗമാണ് പരസ്പരമുള്ള തഴുകലും തലോടലുമെല്ലാം. എന്നാൽ സ്ത്രീ ശരീരത്തിൽ സെക്സിനിടെ സ്പർശിക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളും ഉണ്ട്. ബന്ധപ്പെടുന്നതിനിടെ ലിംഗം ഗർഭാശയ മുഖത്തോട് അടുക്കുകയാണെങ്കിൽ സെക്സ് പൊസിഷൻ മാറ്റാൻ ശ്രമിക്കണം. കാരണം ഈ സ്ഥലം യോനിയെയും ഗർഭാശയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു ചാലാണ്. ഇവിടെയാണ് ഭ്രൂണം വളരുക. ഇവിടെ സെക്സിന് പറ്റിയ ഇടമല്ല. എന്നാൽ ഇത്തരം സന്ദർഭം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ലൈംഗിക താല്പര്യത്തോടെ ബന്ധപ്പെടുമ്പോൾ യോനി സാധാരണത്തിനേക്കാൾ അല്പം കൂടി ആഴമുള്ളതാകും. മസിലുകൾ വികസിക്കുന്നതാണ് ഇതിന് കാരണം. അതിനാലാണ് ലിംഗഗർഭാശയം മുഖത്തോട് അടുക്കുന്നത്. അതിനാൽ അവളെ വേദനിപ്പിക്കാതെ മറ്റൊരു പൊസിഷൻ തിരഞ്ഞെടുത്ത് തൃപ്തിയാക്കാവുന്നതാണ്. ക്ലിറ്റോ എന്നാൽ സ്ത്രീകളുടെ ലൈംഗിക അനുഭൂതിയുടെ താവള എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ചില സ്ത്രീകൾ ക്ലിറ്റോറിസിൻ്റെ മുകൾ ഭാഗം സ്പർശിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ പങ്കാളി അവരിൽ ഒരാളാണെങ്കിൽ നിരാശപ്പെടേണ്ട. പകരം ക്ലിറ്റോയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക. എന്നാൽ പങ്കാളിക്ക് വിരോധമില്ലെങ്കിൽ അവിടെ സ്പർശിക്കാവുന്നതാണ്. പാദങ്ങളിൽ സ്പർശിക്കുന്നത് സെക്സിലെ ശ്രദ്ധ വ്യതിചലിക്കാൻ കാരണമാകും. ഇത് രതിമൂർച്ചയിലെത്തുന്നതിനും തടസ്സം വരുത്തും. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സെക്സ് പഠനം അനുസരിച്ച് സോക്സ് ധരിച്ച് സെക്സിലേർപ്പെടുന്നത് കൂടുതൽ രതിസുഖം നൽകും എന്നാണ് പറയുന്നത്. രതിമൂർച്ചയും കാരണം സോക്സ് ധരിക്കുമ്പോൾ കാലിന് മറ്റു സ്പർശങ്ങൾ വഴിയുണ്ടാകുന്ന അലോസരങ്ങൾ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ കുറയുന്നു. മറ്റൊന്ന് ഗുദം അഥവാ മലദ്വാരം വഴിയുള്ള സെക്സ് പലരും പരീക്ഷിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ പങ്കാളിക്ക് സൗകര്യപ്രദമല്ലെങ്കിൽ ഇതിന് മുതിരരുത്. അതാണ് നല്ലത്. കാരണം ഈ ഭാഗത്ത് ദ്വാരം വളരെ ചെറുതാണ്. ചിലപ്പോൾ വിരലുകളുടെ സ്പർശം പോലും അവിടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. ഭൂരിപക്ഷം സ്ത്രീകളും ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. മികച്ച ലൂബ്രിക്കൻറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ വേദനാജനകമായി മാറാനും സാധ്യതയുണ്ട്. അതിനാൽ പൂർണ്ണ സമ്മതത്തോടെയും ലൂബ്രിക്കൻറ്റുകളും ഉപയോഗിച്ച് മാത്രമേ ഇത്തരം സെക്സിന് മുതിരാവൂ. ഓർക്കുക, ലൈംഗികബന്ധം പരസ്പരം ആസ്വദിച്ച് പരസ്പര സമ്മതത്തോടെ ചെയ്യേണ്ടതാണ്. ഇരു പങ്കാളികൾക്കും തൃപ്തി ലഭിക്കേണ്ട കാര്യവുമാണ് ഇത്.